റസാഖ് ടോക്സ് ലെറ്റ്സ് ടോക്ക്. ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ ഒരു ഗൗരവമായ സബ്ജക്റ്റ് കൊണ്ടിട്ടാണ്. അതായത് സോഷ്യൽ ബോയ്ക്കോട്ട്, എന്നാൽ സാമൂഹിക ബഹിഷ്കരണം എന്ന് പറഞ്ഞിട്ട്. ഈ സാമൂഹിക ബഹിഷ്കരണം പറഞ്ഞാൽ എന്താണ്? സാധാരണ നമ്മൾ അറിയുന്നത് ഒരാളിത് നമ്മൾ സൊസൈറ്റീൻ്റെ ബഹിഷ്കരിക്കും, അഥവാ ഒരു പള്ളിൻ്റെതോ അഥവാ ഒരു അമ്പലത്തിൻ്റെതോ അഥവാ ഒരു ചർച്ചിൻ്റെതോ എന്തൊക്കെയോ അയാളായിട്ട് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ സൊസൈറ്റി എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ബഹിഷ്കരിക്കും. അഥവാ രാജ്യത്തിലോ അഥവാ ദേശത്തിലോ അഥവാ ഒരു ക്ലാസ് റൂമിൻ്റെതോ അഥവാ ഒരു ജോലി സ്ഥലത്തിൻ്റെതോ ഇങ്ങനെ പല രീതിൻ്റെ ബഹിഷ്കരണങ്ങളുണ്ടാവും. പ്രിയമുള്ളവരെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലത്തെ ബഹിഷ്കരണമൊന്നുമല്ല. ഇതൊരു പ്രത്യേക ബഹിഷ്കരണമാണ്. വളരെ ഗൗരവത്തോടു കൂടെ ഞാൻ ഇതൊരു സ്റ്റോറി ആയിട്ട്, ഒരു കഥയായിട്ട് നിങ്ങൾ മുമ്പിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. എൻ്റെ ഈ സ്ക്രിപ്റ്റ്, എൻ്റെ ഈ തോട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രിയമുള്ളവരെ, കഥ എന്തെച്ചാൽ ഒരു നാട്ടിൽ ഒരു നന്നായിട്ട് ദാനധർമ്മം ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ടാവും. അയാൾ ഫിനാൻഷ്യലി സ്ട്രോങ് അല്ലെങ്കിലും ഒരു മിഡിൽ ക്ലാസ് ആണെങ്കിലും അയാളെ കഴിയുന്ന പരമാവധി കൊണ്ട് അയാൾ ഒരുപാട് അയാളെ കപ്പാസിറ്റി കൊണ്ട് അയാൾ സഹായം സഹകരണങ്ങൾ ചെയ്യും. ചിലപ്പോൾ പള്ളിൻ്റെ കാര്യത്തിൽ ഇരിക്കട്ടെ, അഥവാ ചർച്ചിൻ്റെ കാര്യത്തിൽ വേണ്ടി ഇരിക്കട്ടെ, അഥവാ അമ്പലത്തിൻ്റെ പരിപാടിക്കോ, ഇന്ന് പല രീതിൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങൾ ആൾക്കാർ ഇയാളടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഇയാൾ ഇല്ല എന്ന് പറയാതെ അയാളെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് സഹായിക്കും. അപ്പോൾ വീട്ടിൻ്റെ അടുത്തേക്ക് ആരോ മേങ്ങാൻ വന്നു, കല്യാണത്തിന് സഹായിക്കാൻ വേണ്ടി പറയാൻ വന്നു, അങ്ങനെ പല രീതിൻ്റെ ആവശ്യത്തിന് വരുമ്പോൾ അയാൾ ഒരാൾക്കും ഇല്ല എന്ന് പറയത്തില്ല. അയാളെ പേഴ്സണൽ ലെവലിലും അയാൾ ചെയ്യും. ഈ കഥ, ഈ ചെയ്യുന്ന ഈ പരിപാടി നാട്ടിൽ കുറച്ച് ആൾക്കാർക്ക് അറിയും. അവിടെ ഒരാളുണ്ട്, ഇങ്ങനത്തെ നാട്ടിലൊരാളുണ്ട്, അയാൾ ഒരുപാട് ദാനധർമ്മം ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാളൊന്ന് അപ്രോച്ച് ചെയ്തിട്ട് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് ഇനീഷ്യലി കുറച്ച് ആൾക്കാർ വരും, പിരിവിന് വേണ്ടി വരും. ഇനീഷ്യൽ ടൈമിൽ ആദ്യ സമയത്തിൽ അയാൾ ഒരിക്കലും ഇല്ല എന്ന് പറയത്തില്ല. ബന്ധവർക്ക് സെയിം അയാൾ പണ്ട് ചെയ്തുകൊണ്ടുണ്ടായതുപോലെ അയാളെ കൈവിൻ്റെ പരമാവധി കൊടുക്കും. ഇതിങ്ങനെ കൂടി വരും. ആൾക്കാർക്ക്, നാട്ടിൽ ഒരുപാട് ആൾക്കാർക്ക് അറിയും. അപ്പോൾ ആൾക്കാരിങ്ങനെ ഇയാളടുത്ത് മേങ്ങാൻ വേണ്ടി കൂടുതൽ വരും. അപ്പോഴത്തേക്ക് ഇത് അയാളെ കൈവിട്ട് പോകുന്ന ഒരു സൂചന അയാൾ കിട്ടും. എന്താ വെച്ചാൽ അയാളെ ഫിനാൻഷ്യൽ സ്ട്രക്ചറും അയാളെ സ്റ്റെബിലിറ്റിയും അയാൾക്കറിയും. അപ്പോൾ ഇയാൾക്ക് ചില ആൾക്കാർ ഈ ലോകത്തിലുണ്ട്, നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇല്ല എന്ന് പറയാൻ അറിയത്തില്ല, അവർക്ക് ഞാൻ കൊടുക്കത്തില്ല എന്ന് പറയാൻ അറിയത്തില്ല. അപ്പോഴത്തേക്ക് ഇയാൾക്കും ഈ മനുഷ്യൻ ഇങ്ങനെയും അവസ്ഥയ്ക്ക് വരും, അയാൾ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയൂല. പക്ഷേ ചിലപ്പോൾ അയാൾ ബാക്ക് ഫുട്ടാവും. ഇയാൾ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇയാൾ ഫോൺ എടുക്കത്തില്ല. ചിലപ്പോൾ മെസ്സേജ് ആക്കി കഴിഞ്ഞാൽ എന്താ ആവശ്യത്തിന് വേണ്ടി ഇയാൾ മെസ്സേജ് റിപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ ഇയാൾ എഗെയിൻസ്റ്റ് ഒരു പുതിയ നറേറ്റീവ് തുടങ്ങും. ആ പുതിയ നറേറ്റീവ് എന്ന് വെച്ചാൽ എന്തൊരു മനുഷ്യനാണ്, വലിയൊരു പൈസ കൊടുക്കുന്ന ആളെന്ന് പറയും. പക്ഷേ അയാൾ ഫോൺ എടുക്കൂല, മെസ്സേജ് ചെയ്താൽ റിപ്ലൈ ചെയ്യൂല എന്ന് പുതിയൊരു നറേറ്റീവ് തുടങ്ങും. ഇത് അയാൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റൂല. ഈ ഒരു നിമിഷത്തിൽ, ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുമ്പോൾ അയാൾ സ്വയം ബഹിഷ്കരിക്കാൻ തുടങ്ങും, സൊസൈറ്റീനെ ബഹിഷ്കരിക്കാൻ തുടങ്ങും, ആൾക്കാരായിട്ട് ദൂരെ സാധിക്കാൻ തുടങ്ങും. അയാൾ ഒരാൾക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയ്ക്കായിപ്പോയി. ഈ ഒരു അവസ്ഥയിലേക്ക് ഇയാൾ ആരാണ് എൻ്റെ പ്രിയമുള്ളവരെ കൊണ്ടുവന്നത്? ഞങ്ങൾ സ്വന്തമാണ്. അത് കാരണമായിട്ട് ആരാണോ അയാളെ ലെവലിൽ ഓരോ ലെവൽ ദാനധർമ്മം ചെയ്യുന്നുണ്ട്, ഓരോ വഴിയിലേക്ക് വിടാം. ഓരോ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ ഒരുപാട് ഓരോ കപ്പാസിറ്റിയാണ് കൂടുതൽ ഞങ്ങൾ ഓരോരുത്ത് അടപ്പം സാധിച്ചു കഴിഞ്ഞാൽ ഓരോ ഓട്ടോമാറ്റിക്കലി ഈ സൊസൈറ്റീൻ്റെ ഫേസ് ചെയ്യാൻ പറ്റാതെ ഒരു മാറി നിൽക്കും. ഇതാണ് എൻ്റെ സ്ക്രിപ്റ്റ്. മനസ്സിലാക്കേണ്ടവർക്ക് ഇതൊരു നല്ലൊരു മെസ്സേജാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു തോട്ട് നമുക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരാളത് ഒരിക്കലും നമ്മൾ സ്വയം ബഹിഷ്കരിക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞാൻ ഇവിടത്തേക്ക് അവസാനിപ്പിക്കുന്നു. ഒരുപാട് നന്ദിയും കടപ്പാടും. എൻ്റെ ഈ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്കാരം. റസാഖ് ടോക്സ് ലെറ്റ്സ് ടോക്ക്.